polytene chromosome. സ്ക്വാഷ് പ്രിപ്പറേഷൻ ഓഫ് പോളിറ്റീൻ ക്രോമസോം ഓഫ് ഡ്രോസോഫില ലാർവ. ഈ പ്രാക്ടിക്കൽ ചെയ്യാൻ നമ്മൾ 3 സ്റ്റെപ്പിലായിട്ടാണ് ചെയ്യുന്നത്. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ കൾച്ചർ ഓഫ് ഡ്രോസോഫില ലാർവ. ഇതിന് ആവശ്യത്തിനായിട്ട് നമ്മളൊരു ഗ്ലാസ് ബോട്ടിൽ എടുക്കുക. ആ ഗ്ലാസ് ബോട്ടിലേക്ക് ഒന്നുകിൽ നമ്മൾ തൈര് അല്ലെങ്കിൽ വാട്ടർ കണ്ടൻറ്റുള്ള ഏതെങ്കിലും ഫ്രൂട്ട്സോ വെജിറ്റബിൾസോ എടുക്കുക. അപ്പം നമുക്ക് ടൊമാറ്റോ എടുക്കാം, അല്ലെങ്കിൽ ഓറഞ്ച് എടുക്കാം. അപ്പോൾ ഇത് ഏതെങ്കിലും ആണെങ്കിലും ഒന്ന് സ്ക്വാഷ് ചെയ്തിട്ട് നമ്മളൊന്ന് ആ ബോട്ടിലിനകത്തേക്ക് വെക്കുക. എന്നിട്ട് ഡ്രോസോഫില ഫ്ലൈ കയറാൻ ചാൻസ് ഉള്ള എവിടെയെങ്കിലും നമ്മൾ കുറച്ച് നേരം കൊണ്ടുവയ്ക്കുക. ഫ്ലൈസ് കയറിക്കഴിഞ്ഞാൽ അതിനകത്ത് ഫീമെയിൽ ഫ്ലൈസ് ഉണ്ടെന്ന് നമ്മൾ ഉറപ്പ് വരുത്തണം. അബ്ഡോമിനൽ ലാർജ് സൈസുള്ള ഫീമെയിൽ ഫ്ലൈസ് കയറി എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം വെൻറ്റിലേഷൻ ഫെസിലിറ്റി ഉള്ള ഒരു ലിഡ് കൊണ്ട് നമ്മൾ അടച്ചിട്ട് അനങ്ങാത്തൊരു സ്ഥലത്ത്, അതായത് അധികം ഡിസ്റ്റർബൻസ് ഇല്ലാത്തൊരു സ്ഥലത്ത് നമ്മൾ 2 ദിവസത്തേക്ക് വെച്ചേക്കുക. അപ്പോൾ 2 ദിവസം കഴിയുമ്പോഴത്തേക്കിന് മുട്ട വിരിഞ്ഞിട്ട് ഫീമെയിൽസ് അതിനകത്ത് മുട്ടയിട്ടുണ്ടാവും. ആ മുട്ട വിരിഞ്ഞിട്ട് ലാർവ പുറത്ത് വരും. നമുക്ക് വേണ്ടത് 3rd ഇൻസ്റ്റാർ ലാർവയാണ്. ആ 3rd ഇൻസ്റ്റാർ ലാർവ ഏകദേശം 3 തൊട്ട് 4 ദിവസത്തിനുള്ളിൽ തന്നെ ഈ മുട്ട വിരിഞ്ഞ് ആ ലാർവ 3rd ഇൻസ്റ്റാറിലേക്ക് എത്തിയിട്ടുണ്ടാകും. ആ 3rd ഇൻസ്റ്റാർ ലാർവ വരുമ്പോഴത്തേക്കിന് അത് ഏകദേശം ഇതിൻ്റെ ഈ ഗ്ലാസ് ബോട്ടിലിൻ്റെ വോളിൽ കൂടെ എഴഞ്ഞ് മുകളിലോട്ട് വരുന്നത് നമുക്ക് കാണാം. ആ അവസ്ഥയിലുള്ള ലാർവയാണ് നമ്മൾ ഈ സലൈവറി ഗ്ലാൻഡ് ഐസൊലേറ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് കൾച്ചർ ഓഫ് ഡ്രോസോഫില ലാർവ ഇവിടം വരെയാണ്. അതിനുശേഷം നമ്മൾ അതിൻ്റെ സലൈവറി ഗ്ലാൻഡ് ഐസൊലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഐസൊലേഷൻ ഓഫ് ദ സലൈവറി ഗ്ലാൻഡ് ഫ്രം ഡ്രോസോഫില ലാർവ, അതാണ് സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഈ ഡ്രോസോഫില ലാർവയെ ഒരു ക്ലീൻ ഗ്ലാസ് സ്ലൈഡിലേക്ക് ഒരു ഡ്രോപ്പ് വെള്ളം ഒഴിച്ചിട്ട് പ്ലേസ് ചെയ്യുക. എന്നിട്ട് ഡിസെഷൻ മൈക്രോസ്കോപ്പിൻ്റെ ഡിസെഷൻ മൈക്രോസ്കോപ്പിൽ വെച്ചിട്ട് ഒബ്സർവ് ചെയ്യുക. അപ്പം നമുക്കിതിൽ 2 നീഡിൽസ് വേണം. ഒരു നീഡിലിൻ്റെ ഹെഡ് എൻഡ് ഡാർക്ക് ബ്ലാക്ക് കളേർഡ് ആയിരിക്കും. ഹെഡ് എൻഡിലേക്ക് നമ്മളൊരു നീഡിൽ പോയിൻ്റ് ചെയ്യുക. അടുത്ത നീഡിൽ അതിൻ്റെ അബ്ഡോമിനൽ റീജിയനിൽ പോയിൻ്റ് ചെയ്യുക. എന്നിട്ട് ഹെഡ് എൻഡിൽ പോയിൻ്റ് ചെയ്തേക്കുന്ന നീഡിൽ നമ്മൾ നന്നായിട്ട് ഫ്രണ്ടിലേക്ക് ഡ്രാഗ് ചെയ്യുക. ഒറ്റ വലിയലേ ആകാവൂ. അന്നേരം ആ ഹെഡിനോടൊപ്പം തന്നെ അതിൻ്റെ പേഡായിട്ടുള്ള സലൈവറി ഗ്ലാൻഡും സെപ്പറേറ്റ് ചെയ്ത് വരുന്നതായിട്ട് നമുക്ക് കാണാം. സലൈവറി ഗ്ലാൻഡിൻ്റെ പ്രത്യേകത അത് ട്രാൻസ്പെറൻ്റ് ആണ്, ബൾബസ് ആയിട്ടുള്ള സ്ട്രക്ചറാണ്, കുറച്ച് ഇലോങ്ങേറ്റഡ് ആണ്. അതിനോടൊപ്പം ഫാറ്റ് ബോഡിയും കാണും. അതുപോലെ ഒരു വി ഷേപ്ഡ് ലൂപ്പിലായിരിക്കും. എന്ന് വെച്ചാൽ ഒരു വി പോലെ ഇരിക്കുന്ന ഒരു നാരിൻ്റെ 2 അറ്റത്തായിട്ടായിരിക്കും ഈ സലൈവറി ഗ്ലാൻഡ് ഘടിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ 2 സലൈവറി ഗ്ലാൻഡിനെ കണക്ട് ചെയ്തുകൊണ്ട് നടുക്കൂടെ ഒരു വി ഷേപ്ഡ് ബാൻഡ്, അത് ഹെഡുമായിട്ട് അറ്റാച്ച്ഡ് ആയിരിക്കും. അപ്പോൾ ഹെഡിനൊപ്പം ഈ സലൈവറി ഗ്ലാൻഡും നമുക്ക് ഫ്രണ്ടിലേക്ക് ഡ്രാഗ് ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ വരും. അപ്പം ബാക്കിയുള്ള ഡീബ്രീസും ഈ ഫാറ്റും എല്ലാം മാറ്റിയതിന് ശേഷം ഹെഡും നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. അതിന് ശേഷം ഈ ഗ്ലാൻഡ് മാത്രം നമ്മൾ ഐസൊലേറ്റ് ചെയ്യുന്നു. അതാണ് സെക്കൻഡ് സ്റ്റെപ്പ്. ഈ സ്റ്റെപ്പ് ചെയ്യുന്നതിന് നിങ്ങൾക്ക് 5 മാർക്കാണ് പ്രാക്ടിക്കലിന് കിട്ടുന്നത്. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ പ്രിപ്പറേഷൻ ആൻഡ് ഒബ്സർവേഷൻ ഓഫ് ദ സ്റ്റെയിൻഡ് സലൈവറി ഗ്ലാൻഡ്. നമ്മൾ എന്ത് ചെയ്യണം, നമുക്കിപ്പോൾ കിട്ടിയ ഈ സലൈവറി ഗ്ലാൻഡിനെ നമ്മൾ സ്റ്റെയിൻ ചെയ്യണം. അതിനായിട്ട് നമ്മൾ ഈ ക്ലീൻ ഗ്ലാസ് സ്ലൈഡിൽ ഇപ്പോൾ സലൈവറി ഗ്ലാൻഡ് മാത്രമേ ഉള്ളൂ. അതിലേക്ക് നമ്മളൊരു 0.1 നോർമൽ HCl ഒഴിക്കുക. HCl ഒഴിച്ചതിന് ശേഷം നമ്മൾ ഇതിനെ സ്റ്റെയിനിങ്ങിന് വേണ്ടി തയ്യാറാക്കുക. അപ്പോൾ ഒരു 0.1 നോർമൽ HCl ഒഴിച്ചതിന് ശേഷം നമ്മൾ ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കുമ്പോഴത്തേക്കിന് അതൊന്ന് ചെറുതായിട്ട് അതിൻ്റെ മെമ്പറൈനൊക്കെ ഒന്ന് ലൂസാവാനായിട്ട് തുടങ്ങും. അതിന് ശേഷം നമ്മൾ അതിലേക്ക് എക്സസ് ആയിട്ടുള്ള HCl അങ്ങ് വാഷ് ഓഫ് ചെയ്ത് കളഞ്ഞതിന് ശേഷം 2 to 3 ഡ്രോപ്സ് അസറ്റോകാർമൈൻ നമ്മൾ ഒഴിക്കുക. അസറ്റോകാർമൈൻ ഒഴിച്ച് നമ്മളത് ട്രീറ്റ് ചെയ്യുക. അപ്പോൾ അസറ്റോകാർമൈൻ ഒഴിച്ചിട്ട് നമ്മൾ ഒരു 2 അല്ലെങ്കിൽ 5 മിനിറ്റ് നേരത്തേക്ക് വെച്ചേക്കുക. എന്നിട്ട് എക്സസ് സ്റ്റെയിൻ നമ്മൾ വാഷ് ഓഫ് ചെയ്യുക. അതിനുശേഷം നമ്മൾ തമ്പ് വെച്ചിട്ട് നമ്മളൊരു കവർ സ്ലിപ്പ് ഇടുക. കവർ സ്ലിപ്പ് ഇട്ടതിന് ശേഷം നമ്മൾ ഒരു ബ്ലോട്ടിംഗ് പേപ്പറിൻ്റെ സഹായത്തോടുകൂടി തമ്പ് വെച്ച് നന്നായിട്ട് അങ്ങ് സ്ക്വാഷ് ചെയ്യുക, പ്രസ് ചെയ്യുക. അപ്പോൾ പ്രസ് ചെയ്യുമ്പോഴത്തേക്കിന് ഈ സലൈവറി ഗ്ലാൻഡ് പിന്നെ നമുക്ക് കാണാൻ പറ്റത്തില്ല. ജസ്റ്റ് അതിൻ്റെ ആ ഒരു പാട് മാത്രം, അതായത് ഒരു ക്ലൗഡി അപ്പിയറൻസ് മാത്രമുള്ള ഒരു സ്ലൈഡായിട്ട് അത് മാറുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ ആ സ്ലൈഡാണ് നമ്മൾ മൈക്രോസ്കോപ്പിൽ വെച്ച് പിന്നെ ഒബ്സർവ് ചെയ്യുന്നത്. അപ്പോൾ മൈക്രോസ്കോപ്പിൽ വെച്ച് നമ്മൾ ഒബ്സർവ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു അപ്പിയറൻസ് ആണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇതുപോലെ നമ്മൾ 45x നോക്കേണ്ടത്, അതായത് ഹൈ പവറിലിട്ടാണ് നോക്കേണ്ടത്. അപ്പം നമുക്ക് ഇതുപോലെ പോളിറ്റീൻ ക്രോമസോം കാണാനായിട്ട് പറ്റും. ഇപ്പോൾ പോളിറ്റീൻ ക്രോമസോം എന്ന് പറയുമ്പോൾ അതിനൊരു സെൻറ്ററിൽ ഒരു ക്രോമോ സെൻറ്റർ എന്ന് പറയുന്ന ഒരു റീജിയൺ ഉണ്ട്. പിന്നെ അതിൽ നിന്നും 5 ആംസ് എല്ലാ ഡിറക്ഷനിലേക്കും ഇങ്ങനെ എമർജ് ചെയ്ത് പോകുന്നതായിട്ട് കാണാനായിട്ട് പറ്റും.
അപ്പോൾ ഇതാണ് അതിൻ്റെ മൈക്രോസ്കോപ്പിക് വ്യൂ. അപ്പോൾ നമുക്ക് ഏകദേശം ഈ ഒരു അസറ്റോ കാർമൈൻ അല്ലെങ്കിൽ അസറ്റോ ഓഴ്സിൻ സ്റ്റെയിൻ ഒഴിക്കുമ്പോൾ ഏകദേശം ഈ ഒരു കളറിലുള്ള പോളിറ്റീൻ ക്രോമസോം ആയിരിക്കും നമുക്ക് മൈക്രോസ്കോപ്പിൽ ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കാണാനായിട്ട് പറ്റുന്നത്. പോളിറ്റീൻ ക്രോമസോം എന്ന് പറയുമ്പം അതിൻ്റെ പ്രത്യേകത അത് ഇൻസെക്റ്റിൽ കാണുന്ന ക്രോമസോമാണ്. ഇൻസെക്റ്റിൻ്റെ സലൈവറി ഗ്ലാൻഡിൽ കാണുന്ന ക്രോമസോമാണ്. അതുകൊണ്ട് തന്നെ നമ്മളിതിനെ സലൈവറി ഗ്ലാൻഡ് ക്രോമസോം എന്നും പറയാറുണ്ട്. ഈ ഇൻസെക്റ്റിൻ്റെ അതായത് ഈ ക്രോമസോമിൻ്റെ സൈസ് എന്ന് പറയുന്നത് ലാർജറാണ്. ആ ലാർജർ ആകാനുള്ള കാരണം അതിൽ ഒത്തിരിയേറെ ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രാൻഡ്സ് ഉണ്ട്. ക്രോമസോമുകളിലെ ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രാൻഡ്സിനെ നമ്മൾ ക്രോമോനിമേറ്റ എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ക്രോമോനിമേറ്റ ഉള്ളത് കൊണ്ടാണ് ഈ ക്രോമസോമിനെ നമ്മൾ പോളിറ്റീൻ ക്രോമസോം എന്ന് പറഞ്ഞാൽ, പോളിറ്റീൻ എന്ന് പറഞ്ഞാൽ മെനി സ്ട്രാൻഡഡ് എന്നാണ് അർത്ഥം. അപ്പോൾ പോളിറ്റീൻ ക്രോമസോം നിന്നെ പേര് വരാൻ കാരണം ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രാൻഡ്സ് ഓഫ് എന്താണ് ക്രോമോനിമേറ്റ, ക്രോമസോമുകളിലെ ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രാൻഡ്സ് ഉള്ളത് കൊണ്ടാണ് നമ്മളിതിനെ അതാണ് പോളിറ്റീൻ ക്രോമസോം എന്ന് പറയുന്നത്. അപ്പം ഇതിൻ്റെ സൈസ് എന്ന് പറയുന്നത് ഏകദേശം 0.5 മില്ലിമീറ്റർ ലെങ്തും 20 മില്ലിമീറ്റർ ഡയമീറ്ററുമാണ്. ഇങ്ങനെ ഈ പോളിറ്റീൻ ക്രോമസോം ഇങ്ങനെ ഒരു സെല്ലിൽ തന്നെ അല്ലെങ്കിൽ ന്യൂക്ലിയസിനകത്തിൽ തന്നെ ഇത്രയേറെ ക്രോമസോമൽ സ്ട്രാൻഡ്സ് വരാനുള്ള കാരണം എൻഡോമൈറ്റോസിസ് ആണ്. എൻഡോമൈറ്റോസിസ് എന്ന് പറയുമ്പോൾ റിപ്പീറ്റഡ് ഡിവിഷൻ ഓഫ് ദ ക്രോമസോം വിത്തൗട്ട് എനി സൈറ്റോപ്ലാസ്മിക് ഡിവിഷൻ ഒന്നും നടക്കുന്നില്ല. പക്ഷേ ക്രോമസോമൽ ഡിവിഷൻ ഒരു സെല്ലിനകത്തിൽ അല്ലെങ്കിൽ ഒരു ന്യൂക്ലിയസിനകത്തിൽ റിപ്പീറ്റഡ് ആയിട്ട് നടക്കുന്നു. പക്ഷേ സൈറ്റോപ്ലാസം ഡിവൈഡ് ചെയ്ത് 2 സെല്ലായിട്ട് മാറുന്നില്ല. അപ്പോൾ ഒറ്റ സെല്ലിലെ ഒരു ന്യൂക്ലിയസിനകത്തിൽ തന്നെ ഒത്തിരിയേറെ ക്രോമസോമുകൾ ഇങ്ങനെ റിപ്പീറ്റഡായിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്ന ആ ഒരു അവസ്ഥയാണ് നമ്മൾ എൻഡോമൈറ്റോസിസ് എന്ന് പറയുന്നത്. അപ്പോൾ എൻഡോമൈറ്റോസിസിൻ്റെ ഫലമായിട്ടാണ് പോളിറ്റീൻ ക്രോമസോം ഫോം ചെയ്യുന്നത്. ഇത് ഡ്രോസോഫില മെലാനോഗ്ലാസ്റ്റർ ആണ്. ആ ഡ്രോസോഫില മെലാനോഗ്ലാസ്റ്റിൻ്റെ ഹെഡ് റീജിയനിലെ ആ ബ്ലാക്ക് സ്പോട്ട് ഈ കാണിച്ചേക്കുന്ന സലൈവറി ഗ്ലാൻഡിൽ ഒരിക്കലും ഒരു ഡാർക്ക് മാർക്കിംഗ് ഇല്ല. അത് പിന്നെ തിരിച്ചറിയാനായിട്ട് കാണിച്ചിരിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. അത് ട്രാൻസ്പെയറൻ്റ് ആയിട്ടുള്ള ഒരു ഗ്ലാൻഡാണ്. അതിനെ കണക്ട് ചെയ്തേക്കുന്ന ആ വി ഷേപ്ഡ് ഡക്റ്റ് അതിൽ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ ഈ സലൈവറി ഗ്ലാൻഡ് നമ്മൾ ഈ ഹെഡ് ഫ്രണ്ടിലോട്ട് വലിക്കുമ്പം ഈ വി ഷേപ്ഡ് ലൂപ്പിൽ ഈ സലൈവറി ഗ്ലാൻഡ് ഈ ഹെഡിനൊപ്പം തന്നെ ഫ്രണ്ടിലേക്ക് നന്നായിട്ട് നമ്മൾ ചെയ്യുവാണെങ്കിൽ, നല്ല സ്കില്ലായിട്ട് നമ്മളത് ചെയ്യുവാണെങ്കിൽ തീർച്ചയായിട്ടും ഈ 2 ഗ്ലാൻഡും ആ ഒറ്റ വലിക്ക് തന്നെ പുറത്ത് വരും. ഇനി ബാൻഡ്സ് ഇൻ പോളിറ്റീൻ ക്രോമസോം. ഈ പോളിറ്റീൻ ക്രോമസോമിൽ നമുക്ക് 2 തരത്തിലെ ബാൻഡ്സ് ആണ് കാണാൻ പറ്റുന്നത്, ഡാർക്ക് ബാൻഡും ഇൻ്റർ ബാൻഡും. ഡാർക്ക് ബാൻഡ് എന്ന് പറയുമ്പോൾ അത് ഡാർക്ക്ലി സ്റ്റെയിൻഡ് ബാൻഡാണ്. ഇൻ്റർ ബാൻഡ് എന്ന് പറയുമ്പോൾ അത് ലൈറ്റ്ലി സ്റ്റെയിൻഡ് ബാൻഡാണ്. ഡാർക്ക് ബാൻഡിൻ്റെ പ്രത്യേകത അവിടെ DNA-യുടെ അളവ് വളരെ കൂടുതലായിരിക്കും. അവിടെ RNA-യുടെ അളവ് ഡാർക്ക് ബാൻഡ്സിൽ കുറവുമായിരിക്കും. ഇൻ്റർ ബാൻഡിൽ DNA-യുടെ അളവ് കുറവും RNA-യുടെ അളവ് കൂടുതലുമായിരിക്കും. ഇൻ്റർ ബാൻഡിലെ DNA-യുടെ അളവെന്ന് പറഞ്ഞാൽ 0.8 to 25% മാത്രമേ കാണത്തുള്ളൂ. ഈ ഫിഗറിൽ ഇതിപ്പം ഒരു പോളിറ്റീൻ ക്രോമസോമിൻ്റെ ഒരു ആമാണ് കാണിച്ചേക്കുന്നത്. അതിലെ ഡാർക്ക് ബാൻഡും ഇൻ്റർ ബാൻഡുമാണ് മാർക്ക് ചെയ്തേക്കുന്നത്. ഇനി ഈ പോളിറ്റീൻ ക്രോമസോമിലെ ബാൻഡ്സ് അല്ലെങ്കിൽ പോളിറ്റീൻ ക്രോമസോം സ്റ്റെയിൻ ചെയ്യുന്നത് കൊണ്ടുള്ള നമുക്കുള്ള ഉപയോഗം എന്താണ്? നമുക്ക് ക്രോമസോമുകളെ മാപ്പിംഗ് ക്രോമസോമിന് ഹെൽപ്പ് ചെയ്യുന്നു. അതുപോലെ ക്രോമസോമൽ മ്യൂട്ടേഷൻസ് കണ്ടുപിടിക്കാനായിട്ട് പറ്റുന്നു. ടാക്സോണമിക് ഐഡൻറ്റിഫിക്കേഷന് പറ്റുന്നു. അതുപോലെ ട്രാൻസ്ക്രിപ്ഷൻ ജീൻസുകളുടെ ഫങ്ഷൻസ് മനസ്സിലാക്കാനായിട്ട് സഹായിക്കുന്നു. അതുപോലെ ഇവിടെ ഈ പോളിറ്റീൻ ക്രോമസോമിൽ ജീൻ എക്സ്പ്രഷൻ വളരെ കൂടുതലായിരിക്കും. അപ്പോൾ ആ ജീൻ എക്സ്പ്രഷൻ മൾട്ടിപ്പിൾ കോപ്പീസ് ഓഫ് ജീൻസ് ഉള്ളത് കൊണ്ട് തന്നെ ജീൻ എക്സ്പ്രഷൻ്റെ ലെവൽ മനസ്സിലാവാനായിട്ട് സഹായിക്കുന്നു. അപ്പോൾ ഇതൊക്കെയാണ് ഈ ബാൻഡിങ് പാറ്റേണിൽ പോളിറ്റീൻ ക്രോമസോമിലെ ബാൻഡിങ് പാറ്റേൺ മനസ്സിലാക്കുന്നത് കൊണ്ടുള്ള ഉപയോഗം എന്ന് പറയുന്നത്. ഈ കാണിച്ചേക്കുന്നത് മൈക്രോസ്കോപ്പിക് വ്യൂ ആണ്. ഇവിടെ ടോൾഡിൻ ബ്ലൂ എന്നുള്ള ഡൈ ഉപയോഗിച്ചേക്കുന്നത് കൊണ്ടാണ് ഈ വയലറ്റ് കളർ കണ്ടേക്കുന്നത്. അപ്പോൾ ഇതുപോലെ ആയിരിക്കും നമ്മൾ 45x വെച്ച് പോളിറ്റീൻ ക്രോമസോമിനെ നോക്കുമ്പം നമുക്ക് കാണാൻ പറ്റുന്ന ഒരു വ്യൂ എന്ന് പറയുന്നത്. ഇപ്പോൾ പോളിറ്റീൻ ക്രോമസോമിൽ നിറച്ച് സ്വെല്ലിങ്സ് കാണും. ആ എൻലാർജ്ഡ് ആയിട്ടുള്ള റീജിയൻസിനെയാണ് നമ്മൾ സ്വെല്ലിങ്സ് എന്ന് പറഞ്ഞാൽ, ആ സ്വെല്ലിങ്സിനെ നമ്മൾ പഫ്സ് എന്നാണ് വിളിക്കുന്നത്. അങ്ങനെ പഫ്സ് ഈ പോളിറ്റീൻ ക്രോമസോമിൽ ഫോം ചെയ്യുന്നതിനെ പഫിങ് എന്ന് പറയുന്നു. ഈ പഫ്സ് ഉള്ള റീജിയണിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ക്രോമസോമൽ പഫ്സ് എന്നുള്ള റീജിയണിൽ അപ്പം ക്രോമോനിമേറ്റ അൺകോയിൽ ചെയ്തിട്ട് ഓപ്പൺ ഔട്ട് ആവുന്നു, പുറത്തേക്ക് തള്ളി പല ലൂപ്പുകൾ ഫോം ചെയ്യുന്നു.
ഈ ലൂപ്പുകളെന്ന് പറയുന്നതിനെയാണ് നമ്മൾ ബാൽബിയാനി റിങ്സ് എന്ന് പറയുന്നത്. ഈ ക്രോമസോമൽ പഫ്സ് വെളിയിലേക്ക് വിടുന്ന ഒരു സീരീസ് ഓഫ് ലൂപ്സ് ഉണ്ട്. ലാറ്ററലായിട്ട് സൈഡിലേക്ക് ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് കിടക്കുന്ന ലൂപ്പ് ലൈക്ക് സ്ട്രക്ചർ ഉണ്ട്. അതിനെയാണ് നമ്മൾ ബാൽബിയാനി റിങ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് കണ്ടുപിടിച്ച സയൻറ്റിസ്റ്റിൻ്റെ പേരിലാണ് ഈ ബാൽബിയാനി എന്നുള്ള പേര് വന്നത്. അപ്പോൾ ഈ ക്രോമസോമൽ പഫ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പോളിറ്റീൻ ക്രോമസോമിൽ തന്നെ എൻലാർജ്ഡ് ആയിട്ടുള്ള എക്സ്റ്റെൻഡഡ് റീജിയൺസ് ഉണ്ട്. അതിനെയാണ് നമ്മൾ ക്രോമസോമൽ പഫ്സ് എന്ന് പറയുന്നത്. ഈ ക്രോമസോമൽ പഫ്സിൽ തന്നെ ക്രോമോനിമേറ്റ് ഓപ്പൺ ഔട്ട് ചെയ്തിട്ട് ലാറ്ററൽ ലൂപ്സ് ഫോം ചെയ്യുന്നു. ആ ലാറ്ററൽ ലൂപ്സിനെ പറയുന്ന പേരാണ് ബാൽബിയാനി റിങ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ദേ ആർ ആക്റ്റീവ് സൈറ്റ് ഓഫ് ജീൻ എക്സ്പ്രഷൻ്റെ ആക്റ്റീവ് സൈറ്റുകളായിരിക്കും. അവിടെ ഒത്തിരിയേറെ ആക്റ്റീവ് ജീനുകൾ കാണും. അപ്പം mRNA സിന്തസിസ് അവിടെ വളരെ കൂടുതലായിരിക്കും. അപ്പം RNAയുടെ അളവും DNA അളവും അതുപോലെ തന്നെ പ്രോട്ടീൻസിൻ്റെ അളവ് വളരെ കുറവായിരിക്കും. mRNA വളരെ കൂടുതലായിരിക്കും. അപ്പോൾ ആക്റ്റീവ് ജീൻ എക്സ്പ്രഷൻസ് ഉള്ള റീജിയൻസിനെയാണ് നമ്മൾ ബാൽബിയാനി റിങ്സ് എന്ന് പറയുന്നത്. അവിടെ ലാറ്ററൽ ലൂപ്സ് ഫോം ചെയ്തിട്ടാണ് ഈ ബാൽബിയാനി റിംഗ് ലൈക്ക് സ്ട്രക്ചർ ക്രോമസോമൽ പഫ്സിൽ ഫോം ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് ക്രോമസോമൽ പഫ്സ്. എക്സ്റ്റെൻഡഡ് ആയിട്ടുള്ള സ്വെല്ലിംഗ് ആണ് ക്രോമസോമൽ പഫ്സ് എന്ന് പറയുന്നത്. അതുപോലെ ബാൽബിയാനി റിങ്ങിൻ്റെ ഒരു പിക്ചറാണ് അവിടെ കാണിച്ചിരിക്കുന്നത്. അവിടെ ഡാർക്ക് ബാൻഡും ഇൻ്റർ ബാൻഡും ഒക്കെ കാണാൻ പറ്റുന്നുണ്ട്. അതുപോലെ നമ്മൾ മൈക്രോസ്കോപ്പിക് വ്യൂവിൽ നോക്കുമ്പോൾ എങ്ങനെയാണ് ഈ ക്രോമസോമൽ പഫ്സും ബാൽബിയാനി റിങ്ങും ഒക്കെ അപ്പിയർ ചെയ്യുന്നതെന്നുള്ളതാണ് ഈ ടൊൾഡിൻ ബ്ലൂ കൊണ്ട് സ്റ്റെയിൻ ചെയ്തേക്കുന്ന ആ ഡയഗ്രത്തിൽ കാണിച്ചേക്കുന്നത്. ഓക്കെ.